സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭവുമായി ബി.ജെ.പി. കേരളം വീണ പതിറ്റാണ്ടെന്ന പേരിൽ സമരം നടത്തും. മെയ് 26 തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും ബി.ജെ.പി. നേതൃയോഗത്തിൽ തീരുമാനമായി. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ഡി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ്. ബി.ജെ.പി. അതിന് മുന്നോടിയായി ഒരുങ്ങുകയാണ്. ഏതൊക്കെ വിഷയങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താനാണ് തീരുമാനം? സുഹൈൽ, അടിയന്തിരമായി ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗം അത് ഓൺലൈനായി യോഗം ഇപ്പോഴും തുടരുകയാണ്. അല്പം മുൻപ് നമ്മൾ സംസാരിക്കുമ്പോഴും യോഗം തുടരുകയാണ് ഓൺലൈനായി. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് യോഗം വിളിച്ചത്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ആ യോഗത്തിൽ അതിരൂക്ഷമായ ഒരു വിമർശനം വന്നത് പിണറായി സർക്കാരിന്റെ 9ാം വാർഷികം നടക്കുമ്പോൾ UDF പോലും കരിദിനം പോലുള്ള പ്രക്ഷോഭ പരിപാടി നടത്തി. പക്ഷേ എന്നാൽ ഒരു പരിപാടിയും ബി.ജെ.പി. നടത്തിയില്ല എന്നുള്ള വിമർശനം ഉയർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് ബി.ജെ.പിയെ കൊണ്ടുചെല്ലുന്നു. ബി.ജെ.പി. അത്തരം ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു. 26-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും വടിക്കിലേക്ക് ഒരു പ്രതിഷേധം നടക്കും. അതൊരു ധർണാ രൂപത്തിൽ ആയിരിക്കും. എങ്ങനെ വേണമെന്നുള്ള അന്തിമ രൂപമായിട്ടില്ല. അതിന്റെ ചർച്ച ഇപ്പോൾ ഓൺലൈനായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, പഞ്ചായത്ത് തലത്തിൽ പ്രതിഷേധ ജ്വാല എന്നുള്ള പേരിൽ, മാത്രവുമല്ല ഇതിനിട്ട പേരും വളരെ വിചിത്രമാണ്. കേരളം വീണ പതിറ്റാണ്ട് എന്നുള്ളതാണ്. അതായത് 10ാം വർഷത്തിലേക്ക് പിണറായി കടക്കുമ്പോൾ അതിൽ മകളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് ഒരു പ്രതിഷേധ സ്ലോഗൻ ഉണ്ടാക്കാൻ ബി.ജെ.പി. തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വീണയുടെ പേരിൽ പല രീതിയിലുള്ള പ്രതിഷേധമൊക്കെ അവർ നേരത്തെ നടത്തിയതാണ്. ആ രീതിയിൽ കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിൽ ബി.ജെ.പി. ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധ ജ്വാല നടക്കും. സംസ്ഥാന തലത്തിൽ വലിയ പ്രക്ഷോഭം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്താനുമാണ് തീരുമാനിച്ചത്. ഭാരവാഹി യോഗം ഇപ്പോഴും തുടരുകയാണ്. മാത്രവുമല്ല വലിയ രീതിയിലുള്ള വിമർശനം, ഈ കേരള സർക്കാരിനെതിരെ ഒന്നും ചെയ്യാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം ഉണ്ടായതായി വിവരവും ലഭിച്ചിട്ടുണ്ട് നമുക്ക്. സുഹൈൽ, ശരി, ആത്മവിമർശനത്തിൽ നിന്നാണ് ബി.ജെ.പി. സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. മാസപ്പടി അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയായിരിക്കും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ബി.ജെ.പിയുടെ പ്രക്ഷോഭ പരിപാടികൾ. ദീപക് ധർമ്മടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.